ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്ന് ഡെയിലി ബൂസ്റ്ററിൻ്റെ 44-ാമത്തെ ദിവസമാണ്. 97/2023 നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. എസ് ഐ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സാധാരണ പോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. നോക്കാം, ചൂസ് എ കറക്റ്റ് പ്രിപ്പോസിഷൻ. എന്താ നോക്കിക്കേ. ഹി ഹാസ് ഗ്രേറ്റ് പ്രൊഫിഷ്യൻസി ഡാഷ് ഇംഗ്ലീഷ്. അതായത് അവിടെ എന്താ പറയേണ്ടത്? പ്രൊഫിഷ്യൻസി, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള നോളജ് നമ്മൾ എന്താ പറയേണ്ടത്? പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ആണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ്? ഹി ഹാസ് എ ഗ്രേറ്റ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ആണ്. പിന്നെ നമ്മൾ നോർമലി എന്തിനൊക്കെയാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്? ഇന്നെന്ന് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് മാസവും വർഷമൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കും അല്ലേ. അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ കൺട്രി, വില്ലേജ്, രാജ്യങ്ങൾ, അങ്ങനത്തെ വലിയ വലിയ സ്ഥലങ്ങളെ പറയുമ്പോഴും നമ്മൾ പറയാറുണ്ട് അതും എന്താണ്? നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ മാനേജർ ഡിസ്കാർഡഡ് ദ നീഡ്സ് ഓഫ് ദ വർക്കേഴ്സ്. ദ സിനോണിം ഫോർ ഡിസ്കാർഡ്. ഡിസ്കാർഡിന്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എന്താണ്? റിജക്ട് ചെയ്യുക. ദ മാനേജർ റിജക്റ്റഡ് ദ നീഡ്സ് ഓഫ് ദ വർക്കേഴ്സ്. അയാൾ എന്ത് ചെയ്തു? അവരുടെ നീഡ്സ് എല്ലാം എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഒറേറ്റർ ഇംപ്രസ് ദ ഓഡിയൻസ് by his gift of the gab. Gift of the gab, the idiom gift of the gab means എന്താണ് gift of the gab എന്ന് പറയുന്നത്? അതായത് എ പവർ ഓഫ് എലക്വൻസ് ആണ്. അതായത് നമ്മുടെ വാക്ചാതുര്യം എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത്. എന്താണ്? പവർ ഓഫ് എലക്വൻസ്, ആ ഒരു വാക്ചാതുര്യം, അതിനെയാണ് വാക്ചാതുര്യം. അതാണ് എന്തെന്ന് പറയുന്നത്? ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് എന്ത്? ഡോഗ് ഇൻ ദ മാങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോഗ് ഇൻ ദ മാങ്ങർ. ഡോഗ് ഇൻ ദ മാങ്ങർ നമ്മൾ പറയത്തില്ലേ, പട്ടി പുല്ല് തിന്നിയേവില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ആ ഒരു മീനിങ് ആണ്. അതായത് ഒരു ആളായിരിക്കും, ഒരു പേഴ്സൺ എന്താണ്? ഹു പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് അല്ലെ, സംതിങ് യൂസ്ലെസ് ടു ഹിംസെൽഫ്. അതായത് എന്തെങ്കിലും എൻജോയ് ചെയ്യുന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തടഞ്ഞു നിർത്തത്തില്ല. അതിനെയാണ് നമ്മൾ ഡോഗ് ഇൻ ദ മാങ്ങർ. ശരിക്കും ഇതാണ്, പട്ടിയൊട്ട് പുല്ല് തിന്നിയേവില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചൂസ് ദ കറക്റ്റ് വെർബ്. ദ കാറ്റിൽ ഡാഷ് ഗ്രേസിംഗ് ഇൻ ദ മെഡോ. ഗ്രേസിംഗ് എന്നാണ് അല്ലേ പറയുക. കാറ്റിലാണ്. ദ കാറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്? ഗ്രേസിംഗ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസിലാണ് വന്നിരിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വേണം? സബ്ജക്റ്റ് വേണം, ഈസ്, അല്ലെങ്കിൽ എന്ത് വേണം? ഈസ്, ആം, അല്ലെങ്കിൽ ആർ വേണം. ആർ ഗേസിംഗ് ഇൻ ദ മെഡോ. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഇവിടെ ദ കാറ്റിൽ എന്ന് പറയുന്നത് ഒരു കളക്ട് അല്ലേ, അവിടെ എന്താ? പ്ലൂറൽ ആയിട്ടാണ് പറയുന്നത്. കന്നുകാലികളുടെ കൂട്ടമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? അവിടെ പ്ലൂറൽ ആയിരിക്കണം പറയേണ്ടത്. ദ കാറ്റിൽ ആർ ഗേസിംഗ് ഇൻ ദ മെഡോ, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, ദ ഫെമിനിയൻ നൗൺ ഓഫ് നെഫ്യൂ in the sentence, my nephew got admission in the government college. നെഫ്യൂന്റെ ഇതെന്താണ്? നീസ് ആണ് പറയേണ്ടത്. നീസ് ആണ്. നീസ്. അപ്പൊ ഇവിടെ എന്താണ്? ഹെയർ എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ഹെയറസ് ആണ്. പിന്നെ എന്താണ്? മാസ്റ്റർ ആണ്. മാസ്റ്ററിന്റെ ഫെമിനിയൻ ആണ് എന്ത് പറയേണ്ടത്? മിസ്ട്രസ് എന്ന് പറയേണ്ടത്. മിസ്ട്രസ്. ഓക്കെ, അടുത്തത് വരേണ്ടത് സാറ്റർ ആണ്. സാറ്റർ എന്ന് പറയും. അതിനെയാണ് നമ്മൾ അതിൻ്റെ ഫെമിനിയൻ ആണ് എന്ത്? നിംഫ് വരേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? സാറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും? നിംഫ്. ഈ സാറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഒരു മിത്തോളജിക്കലി ഒരു അങ്ങനത്തെ ഒരു ഗ്രീക്ക് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. മാസ്റ്റർ നമ്മൾ പറഞ്ഞു, മിസ്ട്രസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറയാം മേയർ. എന്താണ് വരേണ്ടത്? മേയർ എന്ന് പറയേണ്ടത് മേയറസ് എന്നാണ്. മേയറസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The teacher said to the boy, how old is your friend? The indirect speech of the sentence. How old എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ്? ഇതൊരു ഇൻട്രഗേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ, ക്വസ്റ്റ്യൻ ഫോം ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വേണം? ടീച്ചർ ആസ്ക്ഡ്, അതാണ് വരേണ്ടത്. അത് നമുക്ക് മനസ്സിലായി. അപ്പൊ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ആണ്. ആസ്ക്ഡ് ദ ബോയ്. ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം റിപ്പോർട്ടിംഗ് വെർബ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് അല്ലെ. ഈസ് കഴിഞ്ഞിട്ട് എന്താണ്? സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഈസ് അല്ലെ, ഇവിടുത്തെ വെർബ് ഓക്സിലറി വെർബ് എന്താണോ അതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ത്? സബ്ജക്റ്റ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും എന്ത് വരണം? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്ത് വരണം? സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓക്സിലറി വെർബ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ഹൗ ഓൾഡ് ഹിസ് ഫ്രണ്ട്സ്. കണ്ടാ, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ പറയേണ്ടത്? ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ഹൗ ഓൾഡ് ഹിസ്
ഫ്രണ്ട് വാസ് എന്നുള്ളതാണ് വരേണ്ടത്. അതായത് ഇവിടെ ഫസ്റ്റ് പേഴ്സൺ വരണം, പിന്നെ എന്താണ് റിപ്പോർട്ടിംഗ് വെർബ് എന്താണോ അത് വരണം, പിന്നെ എന്ത് വേണം, ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, പിന്നെ ഇവിടെ സെക്കൻഡ് പേഴ്സൺ വരണം അല്ലെ, ദ ബോയ് എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ വേണം, പിന്നെ വേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് എന്താണോ അത് വരണം, അതിനുശേഷം എന്ത് വേണം, പ്രോനൗൺ എന്താണോ അത് വരണം, പ്രോനൗൺ വരണം, പിന്നെ എന്ത് വേണം, ഓക്സിലറി വെർബും വരണം, ഓക്സിലറി വെർബ്. ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഓൾഡ് ലേഡി ക്ലെയിം ദാറ്റ് ഹെർ ആൻസിസ്റ്റേഴ്സ് വെർ റിച്ച്. ദ ആന്റോണിം ഓഫ് ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, നമുക്കറിയാം നമ്മുടെ മുൻഗാമികൾ എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഏതായിരിക്കണം വരേണ്ടത്, ആൻസിസ്റ്റേഴ്സിന്റെ ഇതെന്ന് പറയുന്നത് ഡിസെൻഡൻസ് ആണ്. ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ പിൻഗാമികൾ എന്നുള്ളതിലാണ്. ഓക്കെ, അതേപോലെ പ്രെഡിസിസേഴ്സ് എന്താണ് വരേണ്ടത്, പ്രെഡിസിസേഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് സക്സസർ ആണ്. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലെ പിള്ളേർക്ക് പറയാറുണ്ട് അല്ലെ, പ്രെഡിസിസറും സക്സസറും എഴുതാനായിട്ട് പറയാറുണ്ട്. അത് തൊട്ട് മുന്നത്തെ നമ്പർ ഇപ്പൊ 5ന്റെ പ്രെഡിസിസർ എന്താണ്, 5ന്റെ സക്സസർ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ പാസീവ് വോയിസ് ഓഫ് ലെറ്റ് ഹിം ഫിനിഷ് ദ വർക്ക്. ലെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്താണ്, അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ പാസീവ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെറ്റ് വന്നു കഴിഞ്ഞാൽ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ് പാസീവ് ഫോം വരേണ്ടത്. ലെറ്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ആണ്. ഇവിടെ ആ ഒരു ഫോർമാറ്റിൽ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. ലെറ്റ് ദ വർക്ക് ബി ഫിനിഷ്ഡ് ബൈ ഹിം ആണ്. The one word for a person who tries to gain people's favor by insincerely flattering them and always agree with them. അതായത് എന്താണ്, നമ്മൾ അവരോട് എന്താ അവരെന്താണ് അവരുടെ ആ ഒരു ഫേവർ, അവരുടെ ഒരു ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സിൻസിയാരിറ്റിയും ഇല്ലാതെ നമ്മൾ അവരോട് നല്ലതാണ്, അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്ന ഇതാണ് സൈക്കോഫാൻ എന്ന് പറയുന്നത്. സൈക്കോഫാൻ എന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാർ എന്ന് പറയത്തില്ലേ, മുഖസ്തുതിക്കാർ. ഓക്കെ, ഇതിനെയാണ് പറയേണ്ടത്. ഓക്കെ, ഈ ടാലിസ്മാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും 2 മീനിങ് ഉണ്ടല്ലോ. ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുമ്പോൾ രക്ഷാകവചം, നമ്മൾ ഏലസ് ഒക്കെ പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ ടാലിസ്മാൻ എന്ന് പറയുന്നത്. എന്താണ് സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ, സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതിന്റെ സമ്മറിയാണ് നമ്മൾ സിനോപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇടയ്ക്കിടെ അതിനെയാണ് നമ്മൾ സ്പൊറാഡിക് എന്ന് പറയുന്നത്, ഇടയ്ക്കിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫ്രം ഐ ഡാഷ് പോയം സിൻസ് ലഞ്ച്. എന്താണ് പറയുന്നത്, ഇവിടെ ഓൾറെഡി തുടങ്ങിയൊരു കാര്യമാണ് അല്ലെ, ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്താണ് പറയേണ്ടത്, ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. അതായത് കഴിഞ്ഞ കാലത്തിൽ ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ ഒരു പ്രവൃത്തിയാണെങ്കിൽ ഇവിടെ എന്ത് വേണം, അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. അപ്പൊ ഇവിടെ ഏത് വരണം, സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് വരണം, ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ എന്താണ് ഐ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാവ് ബീൻ അല്ലെ, ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് വേണം. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് പോയം സിൻസ് ലഞ്ച്. ഓക്കെ, നെക്സ്റ്റ് മലയാളമാണ് നമുക്ക് വരുന്നത്. നോക്കാം. എന്താണ് അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏത്? അങ്കാരം എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്, അത് തീക്കനലാണ്. തീക്കനൽ, അങ്കാരം തീക്കനലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അക്കാരം എന്താണ്, അങ്കാരമാണ് തീക്കനൽ. അപ്പോൾ അക്കാരം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്, പഞ്ചസാര. അക്കാരം പഞ്ചസാരയാണ്. ആകാരം എന്താണ്, ആകാരം എന്ന് പറയുന്നത് നമ്മുടെ രൂപമാണ്, നമ്മുടെ രൂപം, ആകൃതി എന്നൊക്കെ പറയും. അതേപോലെ ആകാരമാണെങ്കിലോ, ആകാരം എന്ന് പറയുന്നത് വീടാണ്, വീട്. ആകാരം, അങ്കാരം, അക്കാരം, ആകാരം. കണ്ടോ, എല്ലാം പഠിക്കണേ. അങ്കാരം എന്ന് പറയുന്നത് തീക്കനൽ, അക്കാരം എന്ന് പറയുന്നത് പഞ്ചസാര, അതേപോലെ ആകാരം രൂപമാണ്, ആകാരമാണെങ്കിൽ അത് വീടാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാളം എഴുതുക. അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്താണ്, നിർദ്ദേശിച്ച പ്രകാരം എന്ത് ചെയ്തു, അപ്രൂവ് ചെയ്തു. ആസ് പ്രപ്പോസ്ഡ് നിങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം എന്ത് ചെയ്തു, അംഗീകരിച്ചു. അപ്പൊ ഏതാണ് വരേണ്ടത്, ഓപ്ഷൻ ബി ആണ്, നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. ഓക്കെ, അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് ബെയർ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബെയർ മെജോറിറ്റി കഷ്ടിച്ചുള്ള, നമ്മൾ പറയത്തില്ലേ മെജോറിറ്റി ആണ്, പക്ഷെ എന്താണ് ജസ്റ്റ് നമ്മൾ കഷ്ടിച്ചുള്ള മെജോറിറ്റി ആണ്, അതിനെയാണ് കഷ്ടിച്ചുള്ള എന്നുള്ള മീനിങ് ആണ്. ഓക്കെ ആണല്ലോ. കർട്ടൻ ലെക്ചർ നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കർട്ടൻ ലെക്ചർ എന്ന് പറയുന്നത്, തലയണ മന്ത്രം. അതിനെയാണ് നമ്മൾ കർട്ടൻ ലെക്ചർ എന്ന് പറയുന്നത്, തലയണ മന്ത്രം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം.
ഉദ്ധാനം എന്ന് പിരിച്ചെഴുതുക. ഉദ്ധാനം എന്ന് പറയുമ്പോൾ പിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? ഉദ് പ്ലസ് സ്ഥാനമാണ് ഉദ്ധാനം എന്ന് പറയുന്നത്. ഉദ് പ്ലസ് സ്ഥാനമാണ് ഉദ്ധാനം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മറ്റൊന്നാണ് ഉത്തിഷ്ഠത. ഉത്തിഷ്ഠത എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ഉത് പ്ലസ് തിഷ്ഠത, ഇതിനെയാണ് നമ്മൾ ഉത്തിഷ്ഠത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മേന്മ. മേന്മ എങ്ങനെയാണ് എഴുതേണ്ടത്? മേല് പ്ലസ് മായാണ് മേന്മ എന്ന് പറയുന്നത്. ഓക്കെ, താവഴി. താവഴി എങ്ങനെ പിരിച്ചെഴുതണം നമുക്ക്? തായ് പ്ലസ് വഴിയാണ് താവഴി എന്ന് പറയുന്നത്. താ പ്ലസ് വഴിയാണ് തായ് വഴി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം. സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അപ്പൊ ഇവിടെ വരേണ്ടത് ഏതാണ്? അസന്ധിഗ്ധമാണ് അല്ലെ. അതിൽ ഏത് അസന്ധിഗ്ധമാണ്? എല്ലാം തന്നിട്ടുണ്ട് അല്ലെ. ഇതാണ് ഫസ്റ്റ് വൺ ആണ് വരേണ്ടത്. സംശയമില്ലാത്തത് എന്ന് പറയുന്നത് ഇതാണ്, അസന്ധിഗ്ധം. ഇത് സംശയമില്ലാണ്ട് പഠിച്ചു വെച്ചേക്കണം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അന്തസ്സും ആഭിജാത്യവും സുന്ദരിയും സമർത്ഥയുമായ കഥാനായിക. തിരുവനന്തപുരത്ത് 2, കണ്ണൂർ 3, ആലപ്പുഴ 5 മില്ലിമീറ്ററും. ഇവിടെ അങ്ങനെയല്ല വരേണ്ടത്, 5ഉം അല്ലെ. എല്ലായിടത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരത്ത് 2, കണ്ണൂർ 3, ആലപ്പുഴ 5 മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് വേണം പറയാൻ. ഇതിപ്പോ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി. ഇതിവിടെ ശരിയായതാണ്. സമ്മേളനത്തിൽ ഏകദേശം 1000-ഓളം, ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഈ ഏകദേശം ഓളം ഇത് രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യില്ല, വരില്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ചേർത്തെഴുതുക. തൻ പ്ലസ് കല്ലെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. നമ്മുടെ ഈ 2025 ചോദിച്ചൊരു പരീക്ഷയ്ക്ക് ഈ തൻ പ്ലസ് കല്ലെന്ന് ചോദിച്ചിട്ട് തങ്കൾ തന്നിട്ട് ആൻസർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്, ഈ തങ്കൾ തന്നെയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കാണാൻ ആഗ്രഹിക്കുന്നയാൾ. എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്ന് പറയുന്നത്? ദിദൃക്ഷു ആണ് അല്ലെ. ദിദൃക്ഷു. ബുഭുക്ഷു ആരാണ്? ബുഭുക്ഷു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുള്ളതാണ്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെയാണ് ബുഭുക്ഷു എന്ന് പറയുന്നത്. കാണാനുള്ള ആഗ്രഹം ആണെങ്കിൽ ദിദൃക്ഷയാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ദിദൃക്ഷു. കാണാനുള്ള ആഗ്രഹത്തെ എന്ത് പറയും? ദിദൃക്ഷ എന്ന് പറയും. പ്രേക്ഷകൻ. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് ഇക്ഷയാണ് അല്ലെ. കാണുന്നവനെയാണ് നമ്മൾ പ്രേക്ഷകൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ലോചനൻ. ലോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ് അല്ലെ. കണ്ണെന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണോട് കൂടിയവനെയാണ് ലോചനൻ എന്ന് പറയുന്നത്. കണ്ണോട് കൂടിയവനാണ് ലോചനൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ കാണാനുള്ള ആഗ്രഹമാണ് ദിദൃക്ഷു. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. ബുഭുക്ഷു എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാനുള്ള ആഗ്രഹം. കുടിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ പിപാസ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുളിച്ച കടവ് മറക്കരുത് എന്ന ചൊല്ലിന് യോജിച്ച പ്രസ്താവന. കുളിച്ച കടവ് മറക്കരുത്, നമ്മൾ പറയില്ലേ വന്ന വഴി മറക്കരുത്, അത് തന്നെയാണ്. കഴിഞ്ഞ അനുഭവങ്ങളും പ്രവർത്തികളും എന്ത് ചെയ്യരുത്? മറക്കരുത്. അതിനെയാണ് നമ്മൾ കുളിച്ച കടവ് മറക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ, കച്ചകെട്ടുക എന്താണ്? തയ്യാറാകുക. തോളിൽ കയറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുസ്വാതന്ത്ര്യമായി പെരുമാറുക അല്ലെ. ഒരാളുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം എന്ത് ചെയ്യുക? എന്റെ തോളിൽ കയറാൻ നിൽക്കരുത് എന്ന് നമ്മൾ പറയാറില്ലേ ദേഷ്യം വരുമ്പോഴൊക്കെ. എന്താണ്? അനാവശ്യമായിട്ട് നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം എടുക്കരുത് എന്നുള്ള മീനിങ് ആണ്. അച്ചാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കരാറ് കൊടുക്കുന്നതിനെയാണ്. അതേപോലെ പറയാറുണ്ട് കായംകുളം വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കായംകുളം വാൾ അതായത് 2 വശത്തും മൂർച്ചയുള്ളതാണ്. അതായത് 2 പക്ഷത്തും ചേരുന്നവനെയാണ് നമ്മൾ കായംകുളം വാൾ എന്ന് പറയുന്നത്. മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായ പദങ്ങൾ. മോതിരം എന്ന് പറയുമ്പോൾ ഇത് അങ്കുലീയം, ഊർമിക. ഇത് രണ്ടും എന്താണ്? മോതിരമാണ്. പഠിച്ചു വെക്കണം. അങ്കുലീയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ഊർമിക ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പഠിച്ചു വെക്കുക. ഊർമിക എന്ന് പറയുമ്പോഴും എന്താണ്? മോതിരമാണ്. സ്ഥാവരം എന്ന പദത്തിന്റെ എതിർപദം നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ എന്താണ്? സ്ഥാവരത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ജംഗമമാണ്. ജംഗമം. അതേപോലെയാണ് നമുക്ക് കുറച്ച് നോക്കാം. നമുക്ക് ആധാനം എന്താണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്? ആധാനം ഓപ്പോസിറ്റ് ആണ് പ്രധാനം. ആധാനം പ്രധാനം. കൃപണൻ. കൃപണൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പിശുക്കനാണ്. അപ്പൊ ആരായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്? ഉദാരൻ. ഉദാരൻ. അതേപോലെ പറയുന്നതാണ് ചാരേ. ചാരേ എന്ന് പറയുമ്പോൾ അടുത്താണ്. അപ്പൊ എന്ത് വരും? ദൂരെ. ഓപ്പോസിറ്റ്. ഓക്കെ, അതേപോലെ മറ്റൊന്നാണ് തദീയം. ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്? മദീയം. തദീയം ഓപ്പോസിറ്റ് ആണ് മദീയം എന്ന് പറയുന്നത്. ആധാനം എന്താണ്? പ്രധാനമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ മാത്സിലോട്ട് പോകാം. x - y യുടെ 60%
എക്സ് പ്ലസ് വൈയുടെ 40% എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എക്സ് മൈനസ് വൈയുടെ എന്താണ് 60% എന്ന് പറയുന്നത് നമ്മൾ ഇതാണല്ലോ ചെയ്യേണ്ടത്. നമുക്കറിയാം ഇപ്പൊ 20ന്റെ 10% എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതേണ്ടത്. 50ന്റെ 5% എന്ന് പറയുമ്പോൾ നമ്മൾ ഇതല്ലേ എഴുതേണ്ടത്. അപ്പൊ എന്താണ് എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം. പ്ലസ് അതെന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, എക്സ് പ്ലസ് വൈയുടെ 40% തുല്യമാണ് എങ്കിൽ എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. രണ്ടിടത്തും ബൈ 100 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും, 60x മൈനസ് 60y എന്ന് പറയുന്നത് എന്ത് വരണം, 40x പ്ലസ് 40y എന്ന് വരണം. ഇവിടെ നമുക്ക് എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്ന് ചോദിച്ചാൽ y ഈക്വൽ ടു എക്സിന്റെ എത്രയോ ശതമാനം, ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വൈ എല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്ത് വരും, 60x മൈനസ് 40x എന്ന് പറയുന്നത് 40y പ്ലസ് 60y എന്ന് വരും. അതായത് ഇവിടെ 20x എന്ന് പറയുന്നത് 100y എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് y എന്ന് പറയുന്നത് എങ്ങനെ വരും, 20x/100 എന്ന് വരും. നോക്കിക്കേ, അതായത് എക്സിന്റെ 20% y എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. അപ്പൊ ഇവിടെ എന്ത് വരും, എക്സിന്റെ 20% ആണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരാൾ 2000 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി. അറ്റകുറ്റപ്പണികൾക്കായി 250 രൂപ ചെലവഴിക്കുകയും 10% നഷ്ടത്തിൽ വിൽക്കുകയും ചെയ്തു. സൈക്കിളിന്റെ വിൽപ്പന വില രൂപയിൽ എത്രയാണ്? 2000 രൂപയ്ക്ക് മേടിച്ച സൈക്കിളിന് 250 രൂപ അയാൾ പണിതെടുത്തു. അപ്പൊ എത്രയായി അയാളുടെ ചെലവെന്ന് പറയുന്നത്? 2250 രൂപയായി അയാൾക്ക് മൊത്തം സൈക്കിളിന്. 10% നഷ്ടത്തിൽ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കവിടെ എന്താണ് വരേണ്ടത്? വിറ്റ വില എന്ന് പറയുന്നത് 10% നഷ്ടമാണ്. 2250ന്റെ 10% നഷ്ടത്തിൽ എന്ന് പറയുമ്പോൾ 90%-ത്തിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിറ്റിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യും, 0 0 കൂടി കട്ടായി പോകും. 225 × 9 എന്ന് പറയുമ്പോൾ 2025. അതായത് 2250 രൂപ ചെലവാക്കിയിട്ട് അയാൾ 2025 രൂപയ്ക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ സൈക്കിള് വിറ്റത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7 raised to n minus 7 raised to n minus 1 equal to 2058 ആയാൽ എന്നിന്റെ മൂല്യം എത്ര? ഇവിടെ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും ശരിക്കും ഇതിനെ ബേസ് നമ്മൾ സെയിം ആക്കണം. നമുക്കറിയാം ബേസ് സെയിം ആണെങ്കിൽ മാത്രമേ അതിന്റെ പവേഴ്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറയുന്ന 258നെ നമുക്ക് ഈ ഒരു 7ന്റെ ഫോർമാറ്റിലോട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ടിടത്തും എന്ത് കോമൺ ആണ്? 7 raised to n എന്ന് പറയുന്ന കോമൺ ആണ്. അതിൽ നിന്ന് വെളിയിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ 7 raised to n ൽ നിന്ന് 7 raised to n വെളിയിലേക്ക് വന്നാൽ 1 വരും. മൈനസ് ഇവിടെ എന്താണ്, n-1 ആണ് അല്ലെ. അവിടെ നമ്മൾ n നമ്മൾ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നമുക്ക് ഇതിന് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. 7 raised to n minus 7 raised to n divided by 7 എന്ന് എഴുതാം. അതായത് നമുക്ക് പഠിച്ചിട്ടുണ്ട് a raised to m divided by a raised to n നെയാണ് നമ്മൾ a raised to m minus n എന്ന് എഴുതുന്നത്. അതായത് 7 raised to n divided by 7 raised to 1 നെയാണ് നമ്മൾ 7 raised to n minus 1 എന്ന് എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് 7 raised to n വെളിയിലേക്ക് എടുത്താൽ ബാക്കി 1 minus 1/7 എന്ന് വരും. ഓക്കെ, which is equal to 2058 എന്ന് വരും. അതായത് 7 raised to n എന്ന് പറയുന്നത് 7, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 - 1 ഡിവൈഡ് ബൈ 7 എന്ന് വരും, which is equal to 2058 ആണ്. 7 raised to n എന്ന് പറയുന്നത് 6/7 എന്ന് വരും, 2058 ആണ്. ഇവിടെ നമുക്ക് എന്ത് വരും, 7 raised to n എന്ന് പറയുന്നത് 2058. ഇവിടെ ഡിവൈഡ് ബൈ 7 ആയത് ഇവിടെ വരുമ്പോൾ ഇൻറ്റു 7 ആകും, ഡിവൈഡ് ബൈ 6 എന്നാകും. ഇനി ഇതിവിടെ കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ 6 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 6 3 18, ഇവിടെ 2 വരും. 6 4 24, 4 വരും. ഇവിടെ ശിഷ്ടം 1 വരും. 6 3 18. 7 raised to n എന്ന് പറയുന്നത് 343 × 7 ആണ്. ഈ പറയുന്ന 343നെ നമുക്ക് 7ന്റെ ക്യൂബ് ആയിട്ട് എഴുതാം. 7 cube × 7 എന്ന് എഴുതാം, which is equal to എന്താണ്, 7 raised to n. അതായത് 7 raised to n എന്ന് പറയുന്നത് a raised to m × a raised to n എന്ന് പറയുന്നത് a raised to m പ്ലസ് n ആണ്. അതായത് ഇവിടെ എന്ത് വരും, 7 raised to 4 എന്ന് വരും. തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. ഇവിടെ 1 ആണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 1 എന്നാണ്. അപ്പോൾ ഇവിടെ എന്നിന്റെ ആൻസർ എത്രയാണ്, 4 ആണ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 4 9 8 18 12 27 16 36 എന്ന ക്രമത്തിന്റെ 25ാം പദം എഴുതുക. ഇവിടുത്തെ പദങ്ങളുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ,
ഇത് 2 ശ്രേണിയാണ്, 4, 8, 12. ഇത് എന്താണ്? 4 കൂടി വന്നിരിക്കുന്ന ഒരു ശ്രേണി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 9, അതേപോലെ 18, അടുത്ത 27 ഉണ്ടോ, ആ ഒരു ശ്രേണിയാണ് വന്നിരിക്കുന്നത്. 9 കൂടി വന്നേക്കുന്നു, 36, അങ്ങനെ 2 ശ്രേണികൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ 25ാമത്തെ പദം എന്ന് പറയുന്നത് എന്തായിരിക്കണം വരേണ്ടത്? അതായത് ഇതിന്റെ 25ാം പദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശ്രേണിയുടെ 13ാമത്തെ പദമായിരിക്കണം. കാര്യം നോക്കിക്കേ, ഇത് 1ാമത്തെ പദം, ഇത് 3 അല്ലെ, ഇത് എത്രയാണ്? ഇത് 3, ഇത് 5 ആണ്, ഇത് 7 ആണ് അല്ലെ, അടുത്ത 9, അങ്ങനെ പോകും. അങ്ങനെ വരുമ്പോഴേക്കും 9 എന്ന് പറയുന്നത് ശരിക്കും നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9. 9ാമത്തെ പദം എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ എത്രാമത്തെ പദമാണ്? 1, 2, 3, 4, 5. കണ്ടോ, 5ാമത്തെ പദമാണ് മെയിൻ ശ്രേണിയുടെ, അതായത് രണ്ടും കൂടി കൂട്ടി വെക്കുമ്പോഴേക്കും അത് 9ാമത്തെ പദവും 1ാമത്തെ ശ്രേണിയുടെ 5ാമത്തെ പദമാണ്. അപ്പൊ അതിന്റെ മിഡിൽ ടേം ആണ് അല്ലെ വരേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് 25 ആണ്. അതായത് 25നോട് 1 കൂട്ടി by 2 ചെയ്താൽ മതി. അതായത് 13ാമത്തെ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യത്തെ ശ്രേണി എന്ന് പറയുന്നത് 4, 8, 12. അതിന്റെ 13ാമത്തെ പദം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? എ എന്ന് പറയുന്നത് 4 ആണ്. കോമൺ വ്യത്യാസം അല്ലെ, പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ്. അതേപോലെ തന്നെ n എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. അപ്പൊ നമുക്ക് a 13 എന്ന് പറയുന്നത് a + 12d ആണ്. a + 12d എന്ന് പറയുമ്പോൾ 4a + 12 × 4 എന്ന് വരും. 4a + 12 × 4 എന്ന് പറയുന്നത് 48 ആണ്. അതായത് 52 വരും ആൻസർ. സോ ഓപ്ഷൻ സി 52 ആണ് ആൻസർ എന്നായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ഒരു പെൺകുട്ടി 25 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ 6 മണിക്കൂർ തന്റെ കാർ ഓടിക്കുന്നു. അവൾ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25 മീറ്റർ/സെക്കൻഡ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? മീറ്റർ/സെക്കൻഡിനെ km/h നമ്മൾ മാറ്റണം. അപ്പൊ ഇവിടെ എന്ത് വരും? മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റി ആണ് അല്ലെ, അതിനെ നമ്മൾ km/h മാറ്റാനായിട്ട് 25 മീറ്റർ/സെക്കൻഡിനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ എന്ത് വരും? 25 × 18/5 കൊണ്ട് ഗുണിക്കുക. കട്ടായി പോകും 5 തവണ. 18 × 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 90 വരും. അതായത് 90 കിലോമീറ്റർ ആണ് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 6 മണിക്കൂറിൽ. 1 മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണെങ്കിൽ 6 മണിക്കൂറിൽ എത്രയായിരിക്കും? 90 × 6 വരും. 9×6 54. 540 കിലോമീറ്റർ ആണ് ആ കുട്ടി എന്ത് ചെയ്തിരിക്കുന്നത്? സഞ്ചരിച്ചിരിക്കുന്നത്. 540. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, ഗ്രൂപ്പിൽ പെടാത്തത് ക്യൂബ് ചതുരാകൃതിയുള്ള പിരമിഡ്, ക്യൂബോയിഡ് ചതുരാകൃതിയുള്ള പ്രിസം. ഇതെന്ന് പറയുന്ന എല്ലാം എന്താണ്? ഈ സാധനം തന്നെയാണ്. ഇതാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഇത്തിരി നീളമുള്ളതായിരിക്കും. ഇനി അടുത്ത ഏതാ? ചതുരാകൃതിയിലുള്ള പ്രിസം എന്ന് പറയുന്നത് ഈ സാധനത്തിന് തന്നെയാണ് ചതുരാകൃതിയിലുള്ള പ്രിസം എന്ന് പറയുന്നത്. ചതുരാകൃതിയിലുള്ള പിരമിഡ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വരത്തില്ല, ഇതിനെയാണ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കൂട്ടത്തിൽ പെടാത്തത്. കിഴക്കോട്ട് അഭിമുഖമായാണ് അവൻ ഘടികാര ദിശയിൽ 45 ഡിഗ്രിയും പിന്നീട് എതിർ ഘടികാര ദിശയിൽ 180 ഡിഗ്രിയും പിന്നീട് ഘടികാര ദിശയിൽ 90 ഡിഗ്രിയും തിരിയുന്നു. അവൻ ഇപ്പോൾ ഏത് ദിശയാണ് അഭിമുഖീകരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. കിഴക്കോട്ട് അഭിമുഖം അല്ലെ, അപ്പൊ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്താ നിൽക്കുന്നത്. അവിടെ നിന്ന് എന്താണ് പറയുന്നത്? ഘടികാര ദിശയിൽ 45 ഡിഗ്രി. ഘടികാര ദിശ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണല്ലോ ക്ലോക്ക് സഞ്ചരിക്കേണ്ടത്. ഘടികാര ദിശയിൽ 45 ഡിഗ്രി തിരിഞ്ഞു. ഇനി എന്താ പറയുന്നത്? എതിർ ഘടികാര ദിശയിൽ എത്രയാണ്? 180 ഡിഗ്രി തിരിഞ്ഞു. അപ്പൊ ഇത് ഇവിടം വരെ വരുമ്പോ എത്രയായി? 90 ആയി. 180 എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരെ വരും. ഇത് ഇവിടം വരെ വന്നു. ഇപ്പൊ ഇതാണ് നമ്മുടെ 180 എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? വീണ്ടും ഘടികാര ദിശയിൽ, അതായത് ഇത് വീണ്ടും എന്താ ഇങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി. അപ്പൊ ഇത് ഇത്രയും മതി. ഇതാണ് നമ്മുടെ 90 എന്ന് പറയുന്നത്. തിരിയുന്നു. അവൻ ഇപ്പോൾ ഏത് ദിശയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്. അപ്പൊ ഇത് ഏതായിരിക്കും? ഇത് നോർത്ത് ഈസ്റ്റ് ആയിരിക്കും അല്ലെ. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? വടക്ക് കിഴക്കാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, 5, 9, 18 എന്ന ശ്രേണിയിലെ 5, 9, 18 അല്ല, 5, 19, 80 എന്ന പരമ്പരയിലെ അടുത്ത പദം എഴുതുക. 5 എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഈ പറയുന്ന ഫോർമാറ്റ് ഇതാണ്. 5 × 3 + 4 എന്ന് പറയുന്നത് 15 + 4 19 ആണ്. നെക്സ്റ്റ് നോക്കിക്കേ,
19 ഇൻറ്റു 4 പ്ലസ് 4 എന്ന് പറയുന്നത് എത്ര വരും? 80 വരും. നെക്സ്റ്റ് പറയുന്നത് 80 ഇൻറ്റു 5 പ്ലസ് 4 ആണ് എന്ത് വരേണ്ടത്? 8 40 400 അല്ലെ, 400 വരും. പ്ലസ് 4 ചെയ്യുമ്പോൾ 404 വരും. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് പോകേണ്ടത്. അതായത് ഇവിടുത്തെ നമ്പർ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എത്രയായിരിക്കും? 404 ഇൻറ്റു 6 പ്ലസ് 4 ആണ് നെക്സ്റ്റ് വരേണ്ടത്. ഒരു പ്രത്യേക കോഡിംഗ് സിസ്റ്റത്തിൽ പെർമ്യൂട്ടേഷൻ എന്ന് എഴുതുന്നു. പെർമ്യൂട്ടേഷൻ എന്നതിനെ എങ്ങനെയാ എഴുതേണ്ടത്? ആർ ജി പി കെ ഡബ്ല്യു വി വൈ ആർ കെ ക്യു എൽ ക്യു എന്ന് എഴുതുന്നുണ്ട്. അതായത് ഇവിടെ നോക്കിക്കേ, പി കഴിഞ്ഞ് എന്താണ്? +2 ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ, ക്യു ആർ അല്ലെ. ഇ കഴിഞ്ഞ് നോക്കിക്കേ, എഫ് ജി. ഇനി എന്താണ്? ഇവിടെ ഇങ്ങോട്ടേക്കാ വന്നിരിക്കുന്നത്. പി കഴിഞ്ഞ് ക്യു ആർ, അതായത് ഇവിടെ -2 ആണ് ചെയ്തിരിക്കുന്നത്. കെ കഴിഞ്ഞിട്ട് എൽ എം, ഇവിടെയും -2 ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിക്കേ, യു കഴിഞ്ഞിട്ട് +2 യു വി ഡബ്ല്യു, ഇവിടെ +2 ആണ് ചെയ്തിരിക്കുന്നത്. സോ അതായത് ആദ്യത്തെ രണ്ടെണ്ണത്തിന് പ്ലസ്, പിന്നത്തെ രണ്ടെണ്ണത്തിന് മൈനസ്, പിന്നത്തെ രണ്ടെണ്ണത്തിന് പ്ലസ്, പിന്നെ 2 മൈനസ്. ആ ഒരു ഫോർമാറ്റിലാണ് ഇത് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ നോക്കാം എങ്ങനെയാ എഴുതേണ്ടെന്ന്. കോമ്പിനേഷൻസ് എങ്ങനെ വരണം? +2 ചെയ്യണം. +2 ചെയ്യുമ്പോൾ നമുക്കറിയാം എ കഴിഞ്ഞിട്ട് ബി സി, ഡി കഴിഞ്ഞ് ഇ വരണം. ഇ ഉള്ളത് 2 ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും അങ്ങ് വെട്ടിക്കോ. അപ്പൊ ഒ കഴിഞ്ഞിട്ട് പി കഴിഞ്ഞ് ക്യൂ വരണം. ഇ ക്യൂ, രണ്ടും ഇ ക്യൂ ആണ്. ഇനി നോക്കിക്കേ, കെ ഇസഡ് പി കെ, ഇവിടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ വരെ കെ ഇസഡ് വരെ ശരിയായിരിക്കും. ഇനി ഐ കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടതെന്ന് നോക്കിയാൽ മതി. പി അല്ലേ. ഐ കഴിഞ്ഞിട്ട് എന്താണോ? പി ആണോ കെ ആണോ നോക്കിയാൽ മതി. അതായത് ഇവിടെ +2, ഇവിടെ +2, ഇവിടെ -2, ഇവിടെ -2. സോ നെക്സ്റ്റ് വരേണ്ടത് +2 ആണ്. ഐ കഴിഞ്ഞ് ജെ കഴിഞ്ഞ് കെ, അപ്പൊ ഇവിടെ കെ ആണ് വരേണ്ടത്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇ ക്യു കെ ഇസഡ് കെ പി വൈ അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഇത്രയും നോക്കിയാൽ മതി, ബാക്കി ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല, ബാക്കി ശരിയായിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഫെബ്രുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ 2022 നവംബർ 14 ആഴ്ചയിലെ ഏത് ദിവസമാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. 2022 ഫെബ്രുവരി 1. 2022 എന്ന് പറയുമ്പോൾ എന്താണ്? ലീപ്പ് ഇയർ ആണോ അല്ലേ എന്ന് ആദ്യം തന്നെ നമ്മൾ നോക്കണം. ലീപ്പ് ഇയർ ആണോ? 2022 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, ഇവിടെ 20 വരും. ഇവിടെ എന്താണ്? 22. ഇവിടെയും എന്താണ്? ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പോകില്ല അല്ലേ. സ്വാഭാവികമായിട്ടും ഇത് എന്താണ്? ലീപ്പ് ഇയർ അല്ല. അപ്പൊ ബാക്കി ഇവിടെ എത്ര ദിവസമുണ്ട് ഫെബ്രുവരിയിൽ? ഇനി ഒരു 27 ദിവസമേ ഉള്ളൂ ഫെബ്രുവരിയിൽ. പിന്നെ ഫെബ്രുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി 27 ഉണ്ട്. മാർച്ച് എന്ന് പറയുമ്പോൾ 31. നെക്സ്റ്റ് എന്താണ്? ഏപ്രിൽ എത്രയുണ്ട്? ഏപ്രിൽ 30. മെയ് ആണെങ്കിൽ 31 വരും. ജൂൺ ആണെങ്കിൽ 30 വരും. നെക്സ്റ്റ് ജൂലൈ ആണെങ്കിൽ എത്ര വരും? ജൂലൈ ആണെങ്കിൽ 31. ജൂലൈയും ഓഗസ്റ്റ് 31 ആണ്. ഓഗസ്റ്റ് 31. നെക്സ്റ്റ് ഒക്ടോബർ 30 വരും. ഓഗസ്റ്റ് ഇനി സെപ്റ്റംബർ അല്ലേ, സെപ്റ്റംബർ 30 വരും. ഒക്ടോബർ 31 വരും. നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? നവംബർ എവിടം വരെയാണ്? 14 വരെയാണ് വേണ്ടത്. അപ്പൊ നവംബർ 14 വരെ എടുത്താൽ മതി. ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ എന്ന് പറയുന്നത് 286 ദിവസം വരുവേ. 286 എന്ന് പറയുമ്പോൾ 286നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 7 4 28 അല്ലെ, 40 വരും. 6 റിമൈൻഡർ വരും. അതായത് തന്നിരിക്കുന്ന ദിവസം ചൊവ്വയോട് 6 കൂട്ടിയാൽ മതി. ചൊവ്വ കഴിഞ്ഞ് 6 കൂട്ടുമ്പോൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. 6 കൂട്ടുമ്പോൾ തിങ്കൾ വരും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. 2-3 ദിവസമായിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് തിരക്കായി പോയത് കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും നമ്മുടെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്